Dizo Wireless Power, Dizo Wireless Dash. 2022 ഒരു 3 മാസം ഗ്യാപ്പിൽ ലോഞ്ച് ആയ രണ്ട് ഡിസോയുടെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡുകളാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ ആണ്. കൂടാതെ നമ്മൾ ഇതിൽ ഏത് വാങ്ങിച്ചാലാണ് വർത്ത് ബൈയിങ് ആകുക. വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 2022 ഫെബ്രുവരി 21 ഡിസോ വയർലെസ് പവർ ലോഞ്ച് ആകുന്നത്. എന്നാൽ മെയ് 24 ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസോ വയർലെസ് ഡാഷ് ലോഞ്ച് ആയി. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും അവൈലബിൾ ആകുന്നത്. പവർ 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ, എന്നാൽ അതിനുശേഷം 1299 മാറി. ഡാഷിലേക്ക് വരുവാണെങ്കിൽ 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഇപ്പോൾ നമുക്ക് 1599 രൂപയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്. ഒരു 200 രൂപ വ്യത്യാസമുണ്ട് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ വില നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്ന നെക്കിന്റെ ഭാഗം എന്ന് പറയുന്നത് സെയിം മെറ്റീരിയൽ, സെയിം ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. വേറെ ഒരു വ്യത്യാസവും എനിക്ക് അങ്ങോട്ട് തൊട്ട് നോക്കുമ്പോഴും അതുപോലെ തന്നെ അങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും കാണുന്നില്ല. അതുപോലെ തന്നെ കമ്പാർട്ട്മെന്റ്സിലേക്ക് വരുവാണെങ്കിൽ ആകെ നമുക്ക് ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പാർട്ട്മെന്റ്സിന്റെ സൈസ് വ്യത്യാസമാണ്. ഡിസോ വയർലെസ് പവറിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു തിൻ ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഡിസോ വയർലെസ് ഡാഷിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു തിക്ക് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ഒക്കെ ആണെങ്കിൽ പോലും വേറെ രണ്ട് ഷേപ്പാണ്. കമ്പാർട്ട്മെന്റുകളുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണെങ്കിൽ പോലും രണ്ടും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ യുണീക് ഡിസൈൻ തന്നെയാണ്. കൺട്രോൾ പാനൽസ് എന്ന് പറയുന്നത് വലത് സൈഡിൽ തന്നെയാണ് രണ്ടെണ്ണത്തിലും. ഡിസോ വയർലെസ് പവറിലേക്ക് വരുമ്പോഴത്തേക്ക് പ്ലസ് ഓർ മൈനസ് ബട്ടൺ ഒരു പാനലിലും അതുപോലെ തന്നെ MFB സെപ്പറേറ്റോടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഡിസോ വയർലെസ് ഡാഷിലേക്ക് വരുവാണെങ്കിൽ പ്ലസ് ഓർ മൈനസും അതുപോലെ തന്നെ MFB ഒക്കെ തന്നെ ഒരു പാനലിലാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടതായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. രണ്ടിന്റെയും ഇടത് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ടൈപ്പ് C പോർട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഇയർബഡുകളിലേക്ക് കണക്ട് ചെയ്യുന്ന നമ്മുടെ കോഡ് ലെങ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കോഡിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. അവിടെയും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇയർബഡുകൾ ആണെങ്കിൽ പോലും ഒരേപോലെ തന്നെയാണ്. ഈവൻ നമ്മുടെ ആ ഒരു ടെക്സ്ചർ ആണെങ്കിൽ പോലും ഇയർബഡുകളുടെ പിറകിലുള്ള ടെക്സ്ചർ ആണെങ്കിലും അത് തന്നെയാണ്, സെയിം തന്നെയാണ്. 11.2 mm ബേസ് ബൂസ്റ്റ് പ്ലസ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുക. കൂടാതെ ഇതിനകത്ത് രണ്ടിലും മാഗ്നറ്റിക് കൺട്രോൾ ഉണ്ട്. അതായത് നമ്മൾ ഇയർബഡുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പെയർ ചെയ്തേക്കുന്ന ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കൂടാതെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡിസ്കണക്ട് ആവും. അതായത് പവർ ഓൺ ഓഫ് ബട്ടൺ ഒക്കെ തന്നെ ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ അതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നമുക്ക് നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു മാഗ്നറ്റിക് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ. 18 അവേഴ്സിന്റെ ടോട്ടൽ പ്ലേ ടൈം ആണ് നമ്മുടെ ഡിസോ വയർലെസ് പവറിൽ ലഭ്യമാകുന്നത്. എന്നാൽ 30 അവേഴ്സ് ടോട്ടൽ പ്ലേ ടൈം ഡിസോ വയർലെസ് ഡാഷിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്പാർട്ട്മെന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ആ ഒരു ബാറ്ററി സൈസ് കൊണ്ടായിരിക്കാം. പക്ഷെ എത്ര mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമ്മുടെ ഈ ഒരു ഡിസോ വയർലെസ് ഡാഷിലുണ്ടെന്ന് അവിടെ എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഡിസോ വയർലെസ് പവർ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ, അതായത് 120 മിനിറ്റ് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകും. ഡിസോ വയർലെസ് ഡാഷിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 10 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. രണ്ടെണ്ണത്തിലും നമുക്ക് ആക്ച്വലി ആ ഒരു ENC ഉണ്ട് കേട്ടോ, എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും ആ ഒരു മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾക്കാം. ആദ്യം ഡിസോ വയർലെസ് പവറിന്റെ കേൾക്കാം, അതിനുശേഷം ഡിസോ വയർലെസ് ഡാഷിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡിസോ വയർലെസ് പവറിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലാണ് സംസാരിക്കുന്നത്, അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കാണിക്കൊണ്ടിട്ടുണ്ട്. ഇൻഡോറിനകത്ത് ഡിസോ വയർലെസ് പവറിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡിസോ വയർലെസ് ഡാഷിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഡിസോ വയർലെസ് പവറിലാണോ അതല്ല ഡിസോ വയർലെസ് ഡാഷിലാണോ ആ ഒരു മൈക്ക് ക്വാളിറ്റി ബെറ്റർ ആയിട്ട് തോന്നിയത്, അതോ ഇത് രണ്ടിലും ഒരുപോലെയൊക്കെ തന്നെയാണോ? ഏതായാലും അത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇതാണ് ആ ഒരു മൈക്ക് ക്വാളിറ്റി നമുക്ക് ബാക്ക് ടു ബാക്ക് നോക്കുവാണെങ്കിൽ. ഇനി ഇതിലെ വെയറിംഗ് കംഫർട്ട് ഞാൻ പറയാൻ വിട്ടൊരു സംഭവമാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട്, അത് ഡിസോ വയർലെസ് പവർ ആണെങ്കിലും ഡിസോ വയർലെസ് ഡാഷ് ആണെങ്കിലും, ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. റിയൽമിയിലും ഡിസോയിലും എല്ലാം തന്നെ പെർഫെക്റ്റ് ഒരു നമുക്ക് വെയറിംഗ് കംഫർട്ടാണ് നൽകുന്നത്. ചെവിയിൽ വെക്കുന്ന സമയത്ത് പാസീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞിട്ട് ANC-യുടെ അത്രയും ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. വെയറിംഗ് കംഫർട്ട് വീണ്ടും പറയുന്നത് ഒരു 10 മണിക്കൂർ വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചാലും നമ്മുടെ ചെവി അങ്ങോട്ട് പെയിൻ എടുക്കാനേ പോകുന്നില്ല ഈ ഒരു ഡിസോ വയർലെസ് ഡാഷ് ആണെങ്കിലും ഡിസോ വയർലെസ് പവർ ആണെങ്കിലും യൂസ് ചെയ്താൽ. 88 ms ലോ ലേറ്റൻസി നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും ഉണ്ട്. ലോ ലേറ്റൻസി നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ട് ഓൺ ആക്കാം, അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ആ ഒരു ബട്ടണിൽ പോയിട്ട് അതും
റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ട് നമുക്ക് ട്രിപ്പിൾ ടാപ്പോ അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് നമ്മൾ MFPയിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ റിയൽമി ലിങ്ക് ആപ്പിൻ്റെ ഉള്ള മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഡൈനാമിക്കോ അല്ലെങ്കിൽ ബേസ് ബൂസ്റ്റ് പ്ലസോ അല്ലെങ്കിൽ വോക്കലോ അങ്ങനെയുള്ള എല്ലാ രീതിയിലും നമുക്ക് എന്താ പറയുക EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിയൽമി ലിങ്ക് ആപ്പിൽ അതൊക്കെ ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റുകളുടെ ഞാൻ നല്ല രീതിക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ രണ്ടിലും കിട്ടുന്ന മ്യൂസിക് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് മാറി മാറി കേട്ട് നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. രണ്ടിലും ഒരുപോലെയൊക്കെ തന്നെയാണ്. SBC കോഡൊക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളൊരു ചെറിയ ഡ്രോബാക്ക് മാത്രമാണ് ഡിസോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 100%ലേക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. കൂടാതെ ആ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ട് നമുക്ക് എൻഹാൻസ്ഡ് ആക്കണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഹാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു വർഷം നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ട്. സർവീസ് എന്തായാലും വളരെ എന്താ പറയുക പക്കയാണ്, അതിലൊന്നും വേറെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ എറണാകുളത്തുള്ള പുള്ളിക്കാരൻ ആക്ച്വലി ഡിസോ വയർലെസ് വാങ്ങിച്ചിട്ട് കംപ്ലൈന്റ് ആയിട്ട് ഒരു വർഷത്തിന് മുന്നേ കംപ്ലൈന്റ് ആയി സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരന് കിട്ടിയത് ഡിസോ വയർലെസ് പവർ ആണ്. അതായത് ഡിസോ വയർലെസ് ബ്ലൂടൂത്ത് വേർഷൻ 5.0 അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക പഴയ മോഡലാണ്. എന്നാൽ ഇപ്പോൾ വയർലെസ് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അവർ ഡിസോ വയർലെസ് പവർ ആണ് കൊടുത്തത്. 1399 പ്രോഡക്റ്റ്. എന്തായാലും ആ ഒരു കാരണം വെച്ച് ഉറപ്പായിട്ട് നമുക്ക് ഡിസോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയൽമി എന്നൊക്കെ പറയുന്നത് സർവീസിൽ വേറെ ഒരു സംശയവും വെക്കേണ്ട, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡിസോ വയർലെസ് ആണോ ഡിസോ വയർലെസ് ഡാഷ് ആണോ ബെറ്റർ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മ്യൂസിക് കുറച്ച് കൂടുതൽ വേണം, അതായത് പ്ലേ ബാക്ക് ടൈം ഒക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഡിസോ വയർലെസ് ഡാഷിലേക്ക് പോവുക. അതല്ല നിങ്ങളുടെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് തിൻ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ടുള്ളത് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഡിസോ വയർലെസ് പവറിലേക്ക് പോവുക. അല്ലാണ്ട് വേറൊരു വ്യത്യാസവും ഇത് തമ്മിൽ വലിയതായിട്ട് എവിടെയും തന്നെ കാണുന്നില്ല. മ്യൂസിക് ആണെങ്കിലും മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും നിങ്ങൾ ആ ഓൾറെഡി മ്യൂസിക് ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഓൾറെഡി ഞാനിതൊക്കെ അവിടെ ഇവിടെയൊക്കെ തന്നെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങോട്ട് കൂടുതൽ പറയേണ്ടിരുന്നത്. എന്തായാലും ഓവറോൾ ഈ രണ്ട് പ്രോഡക്റ്റുകളും വർത്ത് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഡിസോ വയർലെസ് പവറും ഡിസോ വയർലെസ് ഡാഷും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൽ ഡീലും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.